ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. നാളത്തെ പ്രൊമോ കഥയിൽ ശ്യാമയ്ക്ക് ഒട്ടും വയ്യാതെ ശ്യാമ കട്ടിൽ നിന്നും എഴുന്നേൽക്കുന്നു. അതേ സമയത്ത് രാധികയ്ക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. രാധികയും ഉറക്കത്തിൽ അമ്മയെന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ്. അത് കണ്ടിട്ട് വരുണും രാധികയെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തു പറ്റിയെന്നൊക്കെ ഓർത്ത്. തുടർന്ന് കാണിക്കുന്നത് അമൃതേട്ടത്തിയുടെ ശ്യാമയുടെ അടുത്തേക്ക് ഒരു പയ്യൻ ചെല്ലുന്നുണ്ട്. ആ പയ്യൻ പറയുന്നുണ്ട്, ആന്റിയെ പോലെയുള്ള ഒരു ചേച്ചി എന്റെ വീടിന്റെ അടുത്തുണ്ട്, രാധിക ചേച്ചി എന്നാണ് പേരെന്നൊക്കെ പറയുന്നു. രാധികയുടെ പേര് പറയുന്നത് കേട്ടിട്ട് അമൃതേട്ടത്തെയും ശ്യാമയും ഞെട്ടിപ്പോകുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് നേഴ്സുമാർ വന്നിട്ട് ആ കുട്ടിക്കും ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ആ കുട്ടി ബഹളം വെക്കുന്നുണ്ട്, എനിക്ക് മരുന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കുട്ടിയുടെ ബഹളം കേട്ടുകൊണ്ട് സെക്യൂരിറ്റിയും ഡോക്ടറും എല്ലാം അവിടേക്ക് വരികയാണ്. ആ കുട്ടിയെ പിടിച്ചു വെച്ച് മെഡിസിൻ കൊടുക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ചന്ദ്രശേഖരനെയും സാറയുമാണ്. രണ്ടുപേരും രാത്രിയിൽ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉർവശി ചന്ദ്രശേഖരനെ വിളിക്കുന്നു. ചന്ദ്രശേഖർ ഉർവശിയോട് പറയുന്നുണ്ട്, ഞാൻ രാത്രിയിൽ ഓടി നടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണെന്ന്. അതിൻ്റെ ഇടയിൽ എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഫോൺ ചെയ്യരുതെന്നൊക്കെ പറയുന്നു. ചന്ദ്രശേഖർ പറയുന്നത് കേട്ടിട്ട് ഉർവശി ഒരുപാട് സങ്കടപ്പെടുന്നു. ഇന്നത്തെ പ്രൊമോ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം. താങ്ക് യു.